ഹായ് ഫ്രണ്ട്സ്, കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 21 എക്സ്പെക്റ്റഡ് ഡേറ്റ്. എന്തായാലും ഏപ്രിൽ 20 കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നായിരിക്കും +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2025 +2 കുട്ടികളോടൊപ്പം തന്നെയാണ് ഈ +2 കുട്ടികൾ +2ൻ്റെ എക്സാമിനോടൊപ്പം തന്നെയാണ് +1 എക്സാം എഴുതിയത്. ഇപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളതും എങ്ങനെയാണത് ചെക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒരിക്കലും ഗവൺമെൻറ് ഓഫീഷ്യൽസ് നേരത്തെ ഫിക്സ് ആയിട്ടൊരു ഡേറ്റ് പറഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്ന രീതിയല്ല. ഇപ്പോൾ SLCക്കും +2നും ഒക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഏപ്രിൽ 25 തന്നെ എക്സാം വരും. അതായത് ഏപ്രിൽ 21 മുതൽ 25 വരെ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം ഉറപ്പായിട്ടും എന്തുണ്ടാകും, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ kerala-results.nic.in എന്ന് പറയുന്ന നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് മാർച്ച് 2025 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ 2-3 ദിവസം നിങ്ങൾ ആ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ ദിവസം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് എന്തായാലും വരത്തില്ല. 21 മുതൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ റിസൾട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്, റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റ് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.